ഹലോ ഗൈസ്, നമസ്കാരം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് മൺചട്ടിയിൽ മോര് കറിയാണ്. അപ്പോൾ ഈ മൺചട്ടിയുടെ മൺകാലത്തിൽ മോര് കറിയാണ്. ഈ മോര് കറിയൊക്കെ കണ്ടു നല്ല ഒരു ബ്യൂട്ടി ആയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ തേങ്ങയൊക്കെ അരച്ച് തേങ്ങ ജീരകം വെളുത്തുള്ളി ഇഞ്ചിയാണ് അരച്ച് ചേർത്തിരിക്കുക. അരച്ച് നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നത് ഏതൊരു നല്ലൊരു മണം വരുന്നുണ്ട്. മണം വരുമ്പോൾ തന്നെ നമുക്ക് ചോറ് തിന്നാനുള്ള ഭയങ്കര കൊതി തോന്നും ഗൈസ്. പിന്നെ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് പറഞ്ഞാൽ മൺചട്ടിയിൽ തന്നെ എൻ്റെ മീൻ കറി തയ്യാറായിരിക്കുക. അപ്പോൾ ഇതുകൂടി രണ്ടെണ്ണം കണ്ടപ്പോൾ എൻ്റെ വായിന് വെള്ളം പറഞ്ഞുകൊണ്ട് ഗൈസ്. പിന്നെ ബാക്കി അമ്മമാരും നേരത്തെയൊക്കെ മൺകാലത്തിൽ തന്നെ കൂടുതൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പണി ജാഗ്രത സ്ഥലത്തിൽ തേച്ച് കഴുകാനൊന്നും ഇപ്പോഴത്തെ അമ്മമാർക്ക് ഇച്ചിരി വിഷമാണ്. തേച്ച് കഴുകാൻ ഈ കരിയൊക്കെ പിടിച്ച് ഈ കൈവിരലത്തെല്ലാം ക്യൂട്ടസ് എല്ലാം പോകുമല്ലോ. അപ്പോൾ ഇതൊക്കെ തേക്കാൻ വിഷമം കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ചീൻചട്ടിയൊക്കെ അടിക്കുന്നത്, നോൺ സ്റ്റിക്കൊക്കെ. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് കേരളത്തിൽ വന്നപ്പോഴൊക്കെ എനിക്ക് അതിശയം തോന്നിയായിരുന്നു ഈ ചട്ടിയിലൊക്കെ കറി കണ്ടിട്ട്. പക്ഷേ ഇപ്പോൾ തിന്ന് ശീലിച്ചുകൊണ്ട് ഗൈസ് എനിക്ക് ഇത് തന്നെ നല്ല ടേസ്റ്റ് തോന്നുന്നു. പിന്നെ ഇന്നത്തെ ചോറിന് കറിയാണ് ഇത് അയലക്കറി. പിന്നെ അയലക്കറിയൊക്കെ നേരത്തെ ഇച്ചിരി വെച്ചു. അപ്പോൾ ഇച്ചിരി ഉപ്പും മുളകെല്ലാം പിടിച്ചാലേ ടേസ്റ്റ് വരുള്ളൂ, പുളിയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ പുളിയും ഉപ്പും മുളക് പുളിയും എന്തൊരു ടേസ്റ്റ് രണ്ടും കൂടി ചേർന്ന എന്താ ടേസ്റ്റ്. പിന്നെ ചോറിലേക്ക് കൂടി ഒഴിച്ച് തിന്നാൽ എന്താ രസമാണെന്ന് അറിയാം. അതുപോലെ നല്ല വായിന് നമ്മുടെ ഇങ്ങനെ വെള്ളം മിടുങ്ങിക്കൊണ്ടിരിക്കുക. ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ്. ഇത് നമുക്ക് വീട്ടിൽ മൺചട്ടിയിലൊക്കെ വെച്ച് നോക്കാൻ മതി. ഇപ്പോഴത്തെ അമ്മമാർക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ട് ഈ മൺകാലമൊക്കെ എടുക്കാൻ. പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് ഇവിടെ വന്നിട്ട് എല്ലാം ശീലിച്ചു പോയി. അതുകൊണ്ട് എനിക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മൺകാലം. അപ്പോൾ ഞാൻ കൂടി ഈ മൺകാലത്തിൽ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നൊക്കെ അവിടുത്തെ പേടിച്ചിരുന്നു. ഒന്ന് രണ്ട് കാലം ചട്ടിയൊക്കെ എൻ്റെ കയ്യിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടിപ്പോയ നമ്മൾ പിന്നെ എന്താ ചെയ്യുക, പിന്നെ പറയാനും പേടിയാണ്, പറയാൻ പേടിയാണ്. പൊട്ടിപ്പോയാൽ പിന്നെ ഒരു പട്ടണി ഇത് മേടിക്കാനും കിട്ടില്ല. ഈ അണ്ണന്മാരെയൊക്കെ ഈ ചട്ടിക്കാലം ഈ തല വെച്ചിട്ട് വരുമ്പോൾ ഇങ്ങനെ മേടിച്ച് കൂട്ടുന്നതല്ലേ നമ്മളെയൊക്കെ. പിന്നെ അണ്ണന്മാരെ ഇങ്ങനെ അവർക്ക് ഭാരം കുറയട്ടെ, പിന്നെ നമുക്കൊരു ചട്ടിയും അവളെ വീട്ടിൽ തന്നെ കൊടുത്തിട്ട് നമ്മളെ മേടിച്ച് കിട്ടുന്നത്. പക്ഷേ അതല്ല, പക്ഷേ നല്ല ടേസ്റ്റ് തന്നെ ഈ മൺകാലത്തിൽ തന്നെ ചോറ് വെക്കുക. ഈ മൺകാലത്തിൽ കറിയൊക്കെ മീൻ കറിയൊക്കെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് തന്നെ. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. താങ്ക് യു ഗൈസ്.